കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഉള്ളൊരു ഇതാണ് വിഴിഞ്ഞം വിവാദം, അത് ഓഹരി വിവാദം. ഇ പി ജയരാജൻ, അതായത് മുൻ LDF കൺവീനറായി ഇ പി ജയരാജൻ പറഞ്ഞിരുന്നു, ഇതിൽ രാഷ്ട്രീയം നോക്കണ്ട, നല്ല കാര്യം ചെയ്ത് വേണം സപ്പോർട്ട് ചെയ്യണമെന്നുള്ളത്. ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ രംഗത്തെത്തിയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും വെള്ളാപ്പള്ളിയുടെ വായിൽ നിന്ന് ഒരു നല്ല വാക്ക് കേൾക്കുന്നതെന്ന് തോന്നുന്നു. വെള്ളാപ്പള്ളിയുടെ നല്ല വാക്കും നല്ല പറയേണ്ടത് ശരിക്കും പറഞ്ഞാൽ. വെള്ളാപ്പള്ളി ആരെ സപ്പോർട്ട് ചെയ്തു, ആ സപ്പോർട്ട് ചെയ്ത ആ ഒരു വ്യക്തിക്ക് എന്തോ കഷ്ടകാലം വരാൻ പോകുന്നുണ്ട് എന്നാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ആശയ ചുരുക്കം. കാരണം വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ നിലവിൽ CPM-ൽ പല പല വാദമാണ്, അല്ലെങ്കിൽ പല പക്ഷങ്ങളാണ്. പിണറായി വിജയനും MP ഗോവിന്ദനും അല്ലെങ്കിൽ രാജീവ് ഇതുപോലുള്ളവരെല്ലാം ഈ ഒരു ഓഹരി കൈമാറ്റത്തിനെ നിശിതമായി വിമർശിക്കുമ്പോൾ മറുവശത്ത് പറയുന്നത് ഈ ഒരു നല്ല കാര്യമാണെന്ന് പറയുന്നത് പഴയ LDF കൺവീനറായ ഇ.പി. ജയരാജനാണ്. ഇ.പി. ജയരാജൻ എന്ന് പറഞ്ഞ ഒരു CPM സംസ്ഥാന നേതാവാണ്. കൂടാതെ മുൻ മന്ത്രിയും കൂടിയായിരുന്നു. CPM-ന്റെ കരുത്തുറ്റ ഒരു വാക്കാണ്, അല്ലെങ്കിൽ കരുത്തുറ്റ ഒരു ശബ്ദമാണ് ഇ.പി. ജയരാജന്റെ. അപ്പൊ ഇതിനു മുമ്പ് ഈ വെള്ളാപ്പള്ളി നടേശനെ താങ്ങി നടന്ന പിണറായി വിജയന് കിട്ടിയത് എന്തെല്ലാമെന്നാണ് നമ്മൾ മുമ്പ് തന്നെ ചർച്ച ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഈ പിണറായി വിജയനെ എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ താങ്ങി നടന്നത്, അല്ലെങ്കിൽ രണ്ടുപേരും തമ്മിലുള്ള ഒരു എന്താ പറയാ ഒരു പാർട്ട്ണർഷിപ്പ് എന്തിന്റെ പേരിലെല്ലാം ആയിരുന്നു എന്ന് അറിയാത്ത ഒരാൾക്കാരില്ല, ആരുമില്ല. വെള്ളാപ്പള്ളി നടേശന്റെ വർഗീയ പ്രസ്താവനകളെ നിശിതമായി വിമർശിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഇ.പി. ജയരാജൻ. അപ്പോ ഇ.പി. ജയരാജൻ ഈ ഓഹരി കൈമാറ്റ വിപണിയെ, അല്ലെങ്കിൽ ഈ ഓഹരി കൈമാറ്റത്തിനെ ഒരു നല്ല വിഷയമായിട്ടാണ് കാണുന്നത്. ഇപ്പൊ മറുവശത്ത് പിണറായി വിജയൻ എതിർക്കുന്നുണ്ടേ. അപ്പോഴത്തേക്കിനും വെള്ളാപ്പള്ളി നടേശന്റെ ഉറ്റ സുഹൃത്തായ പിണറായി വിജയൻ പറയുന്നതിന് നേരെ ഓപ്പോസിറ്റ് വിപരീതമായിട്ടാണ് ഇപ്പോൾ ഇ.പി. ജയരാജന് സപ്പോർട്ടുമായി വെള്ളാപ്പള്ളി നടേശൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതിലൊരു എന്താ പറയാ ഒരു ഉൾക്കുത്ത്, എന്തോ ഒരു അജണ്ട എന്തോ ഒന്ന് ഒളിഞ്ഞു കിടപ്പുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അല്ലെങ്കിൽ 10 വർഷക്കാലം പിണറായി വിജയൻ പറയുന്നതിനപ്പുറത്തേക്ക് പോകില്ലായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ. മുമ്പ് കുറച്ചു കാലമായി വരെ അങ്ങനെ തന്നെയായിരുന്നു. എന്തുകൊണ്ട് ഇപ്പോൾ നേരെ എതിർ ശബ്ദമായി എന്ന് പറഞ്ഞു വെച്ചാൽ, ഇനി പിണറായി വിജയനെ കൊണ്ട് ഉപകാരമൊന്നുമില്ല. പിണറായി വിജയൻ തന്നെ ഈ CPM എന്നുള്ള പാർട്ടിയിൽ ഒരു കടിച്ചു തൂങ്ങിയാണ് കിടക്കുന്നത്. അപ്പോ അതിലും, അല്ലെങ്കിൽ അതുപോലെ തന്നെ സ്ട്രോങ് ആയ മറ്റൊരു ചേരിയിലുള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ മറ്റൊരു സഖാവാണ് ഇ.പി. ജയരാജൻ. അപ്പൊ നേരെ അങ്ങോട്ട് വഴി തെളിച്ച് അങ്ങോട്ട് പോയാൽ തനിക്ക് ഒരു സഹായം ഉതകും എന്ന രീതിയിലാണ് ഇ.പി. ജയരാജനെ പിന്തുണച്ചുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ എത്തിയത്. പിണറായി വിജയനെതിരെ ഏറ്റവും കൂടുതൽ വന്നിരുന്നത് ഈ വെള്ളാപ്പള്ളിയെ സപ്പോർട്ട് ചെയ്തതിന്റെ പേരിലാണ്. ഇപ്പം കേന്ദ്ര കമ്മിറ്റിയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും ഒരു സംസാരം വന്നപ്പോൾ, തിരഞ്ഞെടുപ്പ് തോൽവിയിൽ ഇത് വന്നപ്പോൾ പിണറായി വിജയനും വെള്ളാപ്പള്ളിയും തമ്മിലുള്ള കൂട്ടുകെട്ടിനെയായിരുന്നു ഏറ്റവും കൂടുതൽ വിമർശനം ഉയർന്നത്. അപ്പോൾ സ്വാഭാവികമായി എനിക്ക് തോന്നുന്നു പിണറായി വിജയൻ വെള്ളാപ്പള്ളിയെ തഴഞ്ഞു കാണും. അതുമൂലമായിരിക്കും ഇനിയിപ്പം അടുത്ത ആളിലേക്ക് ഇ.പി. ജയരാജനിലേക്ക് പോകുന്നത്. അല്ലെങ്കിൽ തന്റെ പേരിൽ ഉയർന്നു വരുന്ന കേസുകൾക്ക് എങ്ങനെയെങ്കിലും വി സതീശൻ സർക്കാരിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആ രീതിയിൽ പോകാനായിരിക്കും ഇപ്പോൾ ഈ സപ്പോർട്ടും കൊണ്ട് വരുന്നതെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഇനി വെള്ളാപ്പള്ളി നടേശൻ തലകുത്തി മറിഞ്ഞാലും, അല്ലെങ്കിൽ എന്തടവ് മായങ്കെട്ട് കാണിച്ചെന്ന് പറഞ്ഞാലും, ഈ ഒരു ഉയർന്നിരിക്കുന്ന ആരോപണത്തിൽ നിന്ന് വെള്ളാപ്പള്ളി നടേശനെ രക്ഷിക്കാൻ ഒരാൾക്കും കഴിയില്ല. അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ ആരെ സമീപിച്ചാലും ഒരാൾക്കും ഈ ഒരു വെള്ളാപ്പള്ളി നടേശനെ രക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോ എന്താ പറയാ, ഒരു മാക്സിമം കഴിയാവുന്ന രീതിയിൽ ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ആ ഡിഫെൻഡ് ചെയ്യുന്നതിന് ഈ വെള്ളാപ്പള്ളി നടേശന്റെ പക്ഷം പറയാൻ ഏതെങ്കിലും 1-2 പേരുണ്ടെങ്കിലും അവരുടെ വാക്കുകൾ കേൾക്കാനും ജനങ്ങളുണ്ടാവില്ല. അപ്പോ ഇ.പി. ജയരാജൻ എന്നൊക്കെ പറഞ്ഞ കണ്ണൂരിലെ മണ്ണിലെ ഏറ്റവും ഉയർന്ന മുതിർന്ന നേതാവാണ്. അപ്പോ ആ ഒരു നേതാവ് വെള്ളാപ്പള്ളിക്ക് വേണ്ടി സംസാരിച്ചാൽ അതിന് അതിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള റെലവൻസ് വരും. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പോ അത് ഇ.പി. ജയരാജൻ പറഞ്ഞത് ശരിയാണ്, അതുകൊണ്ട് ഞാനും അതിനെ യോജിക്കുന്നു. വിഴിഞ്ഞം സംസ്ഥാന സർക്കാരിന്റെ ഒരു നല്ല ഇതാണ്, കേരളത്തിന് ഒരു വികസനം കൊണ്ടുവരുന്ന ഒരു കാര്യമാണെന്നെല്ലാം പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. ഈ സപ്പോർട്ട് ചെയ്യുന്നത് എന്ത് അജണ്ട വെച്ചാണെന്ന് ഒന്ന് ചികഞ്ഞു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എന്നുള്ള കാര്യം മറ്റു സംശയമൊന്നുമില്ല. ഇനിയിപ്പോ എത്ര ആൾക്കാർക്ക് വേണ്ടി സംസാരിച്ചാലും, അല്ലെങ്കിൽ ഇപ്പോൾ സർക്കാരിനെ സപ്പോർട്ട് ചെയ്ത് വന്നാലും ആരും ഈ മൈക്രോ ഫിനാൻസ് കേസ് മറക്കൂല എന്നല്ല നമുക്ക് എല്ലാവർക്കും അറിയാം. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇനി ഇത് വെച്ചിട്ട് നമുക്കറിയാം, യോഗനാഥത്തിൽ ഏറ്റവും കൂടുതൽ UDF സർക്കാരിനെ എതിർത്തുകൊണ്ടായിരിക്കും അദ്ദേഹം ഏറ്റവും കൂടുതൽ പ്രസ്താവന ഉയർത്തിയിട്ടുള്ളത്. ഇന്ന് ആദ്യമായിട്ടായിരിക്കും ഒരു UDF-നെ സപ്പോർട്ട് ചെയ്ത്, അല്ലെങ്കിൽ ഈ വിഴിഞ്ഞ പദ്ധതിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടൊരു വാക്ക് വരുന്നത്. എനിക്കിത് വായിച്ചപ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടി. ഈ വെള്ളാപ്പള്ളിയാണോ ഇങ്ങനെ എഴുതിയിട്ടത്, തന്നെ വെള്ളാപ്പള്ളിയുടെ വായിൽ നിന്നാണ് ഇങ്ങനെ ഒരു വാക്ക് വന്നത് എന്ന്.
എന്തായാലും പിണറായി വെള്ളാപ്പള്ളി കൂട്ടുകെട്ടിൽ ചെറിയൊരു വിള്ളൽ വീണിട്ടുണ്ടെന്ന് എന്തായാലും ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ വിള്ളല് വീണോ ഇല്ലയോ എന്നുള്ള ഉറപ്പിച്ച് പറയാനായിട്ടില്ല. കാരണം കുറച്ചും കൂടി കഴിയണം. കാരണം ഈ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിന്റെ ആ ഒരു ഹിയറിംഗ് തുടങ്ങുക അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണങ്ങൾക്ക് ഒരു കലാശക്കൊട്ട് എത്തുമ്പോഴായിരിക്കും വിള്ളലുണ്ടോ വിള്ളലില്ലേ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ യോഗദാനത്തിന് മുമ്പ് അച്ചടിച്ച് വന്നത് എന്തൊക്കെയാണെന്നുള്ള കാര്യത്തിൽ ഒന്നും അറിയാത്തതല്ലോ. അതായത് വി.ഡി. സതീഷിനെതിരെ പറഞ്ഞിരുന്നു, മുസ്ലിം ലീഗിനെ പറഞ്ഞിരുന്നു, കൂടാതെ മലപ്പുറത്ത് വർഗീയത എന്ന രീതിയിലെല്ലാം പടർത്തി ഒരുപാട് വായിൽ തോന്നുന്നത് എല്ലാം എഴുതിവിടുന്ന ഒരു അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശന്റെ വായിൽ തോന്നുന്നത് എല്ലാം എഴുതിവിടാനുള്ള ഒരു പേപ്പറായിട്ടാണ് യോഗനാഥ് മാഗസിനെ ഇതുവരെ കണ്ടിരുന്നത്. ഇപ്പൊ ആ ഒരു പേപ്പറിലാണ് വിഴിഞ്ഞം പദ്ധതി അല്ലെങ്കിൽ സർക്കാരിന്റെ പദ്ധതി പ്രകീർത്തിച്ചുകൊണ്ടൊരു ഇത് പറയുന്നത്. അത് പറയുന്നത് ഇ.പി. ജയരാജനെ സപ്പോർട്ട് ചെയ്തിട്ടാണെങ്കിലും ഈ സർക്കാരിന് ഒരു പ്ലസ് മാർക്ക് കൊടുക്കുന്ന രീതിയിലാണ് ആ എഡിറ്റോറിയൽ വന്നിരിക്കുന്നത്. ആ വിഴിഞ്ഞം പദ്ധതി നല്ലതാണ്, നമ്മുടെ വികസനത്തിൽ ഒരു കുതിപ്പുണ്ടാകും എന്ന രീതിയിലൊക്കെയാണ് ഇതുപോലെ ഓഹരി കൈമാറ്റ് വിഷയമാക്കി കൊടുത്തിരിക്കുന്ന എഡിറ്റോറിയൽ പറയുന്നത്. അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ആരെയൊക്കെ വെള്ളം ഉതിപ്പിക്കാനും നോക്കിയാലും എത്രയെല്ലാം പൊക്കി പറയാൻ നോക്കിയാലും അല്ലെങ്കിൽ ആരെയെല്ലാം താങ്ങി നടന്നു എന്ന് പറഞ്ഞാലും വെള്ളാപ്പള്ളിക്കെതിരെയുള്ള വെള്ളാപ്പള്ളിക്ക് വേണ്ടി കുരുക്കുന്ന ആ ഒരു കയറുണ്ടല്ലോ, അതിലെന്തായാലും കെട്ട് മുറുകിക്കൊണ്ടേ ഇരിക്കുകയുള്ളൂ. ഇനി ഉടനെ ആ ഒരു കുരുക്ക് ഉടനെ വെള്ളാപ്പള്ളിയുടെ കയ്യിൽ വന്ന് വീഴുകയും ചെയ്യും.